തൻ്റെ കരസ്പർശമേറ്റ എല്ലാ ബിസിനസ് രംഗങ്ങളിലും വിജയം കൈവരിച്ച് ഷീജ ജയ്മോനാണ് അരങ്ങിൽ നമ്മോടൊപ്പം. ഞാൻ ചേർത്തല തൈക്കാട്ശ്ശേരിയിലാണ് ജനിച്ചത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ചേർത്തലയിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കോളേജ് സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. അഗെയിൻ BSc സുവോളജി ആയിരുന്നു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് MA സോഷ്യോളജിയാണ്, അത് എറണാകുളത്താണ് ചെയ്തത്. അതിനുശേഷം 92 ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് രംഗത്തേക്ക് എൻ്റെ ചേട്ടനുമൊത്ത് വന്നത്. അപ്പോൾ വീട്ടിൽ ചേട്ടനപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ പഠനത്തിന് ശേഷം ഒരു വീട്ടിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ എന്നുള്ളൊരു ആശയം ചേട്ടൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ചേട്ടൻ അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഓൾമോസ്റ്റ് ഈ പേയ്മെൻറ്റ് കളക്ഷൻ വീട്ടിൽ തന്നെ ചെയ്യുന്നു. അടുത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഗ്രാമപ്രദേശമാണ് പനങ്ങാട് എന്ന് പറയുന്ന, ഇവിടെ എറണാകുളത്ത് നിന്ന് വളരെ അടുത്തുള്ള പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ വീട്ടിലെ 2 മുറികളിൽ ഒരു 2 കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടാണ് സൂപ്പർ സോഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള പേരിൽ 1992 ഞങ്ങൾ ആ ഒരു സംരംഭം തുടങ്ങുന്നത്. ചേട്ടനെ സംബന്ധിച്ച് കറക്റ്റായിട്ട് ഫീസ് വാങ്ങുക, അവരോട് ഫീസ് ചോദിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ ഒരു ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തത്. ഞാൻ 92 സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടൊരു ഫീസ് വാങ്ങാനായിട്ടുള്ള ലെവലിലേക്ക് ഓൾമോസ്റ്റ് ഒരു നോട്ടീസ് ബോർഡിൽ ശരിക്കും 10-ാം തീയതി ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പെനാൽറ്റി വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ലെവലിലേക്ക് ഒരു ഇംപ്ലിമെൻറ്റേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ ചേട്ടൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ് കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അത് സ്ട്രോങ് ആക്കേണ്ട ലെവലിലേക്കാണ് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് വരാനായിട്ടുള്ളൊരു നിമിത്തം അതാണായത്. അത് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കൂടാതെ ഒത്തിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത് ചെയ്യണൊരു രീതിയിലുള്ള 2-3 സ്കൂളുകളും ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടി. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ വാങ്ങേണ്ടി വന്നപ്പോഴാണ് ഞങ്ങളൊരു അസംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ലെവലിലേക്ക് പഠിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ ഞങ്ങളോർത്ത് ഞങ്ങൾക്കും അസംബ്ലിംഗ് ചെയ്താൽ എന്ത് എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു 93 മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ശരിക്കും ടൗൺ ഹാൾ റോഡിലുള്ള അഹമ്മദ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബിൽഡിങ്ങിൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസ് എടുത്തിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് സെമിക്കോൺ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. സൂപ്പർ സോഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനായിട്ട് റീറ്റെയിൽ രംഗത്തേക്ക് ഞങ്ങൾ അങ്ങനെ വന്നു. അന്ന് കമ്പ്യൂട്ടറുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിലയുള്ളൊരു സമയമാണ്. 80,000 രൂപയൊക്കെ വേണം ഓൾമോസ്റ്റ് ഒരു XT കമ്പ്യൂട്ടറൊക്കെ വാങ്ങാനായിട്ട്. എല്ലാ വലിയ ബ്രാൻഡുകളൊക്കെ ഓൾമോസ്റ്റ് കൊടികുത്തി വാഴുന്നൊരു സമയമാണ്. ആ സമയത്ത് ഒരു അസംബ്ലിംഗ് എന്ന് പറയുന്നത് അത്ര ഒരു സജീവമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സെമിക്കോൺ ബ്രാൻഡിൽ ശരിക്കും ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്തിട്ട് കേരളത്തിലൊരു ആദ്യത്തെ ബ്രാൻഡ് എന്നുള്ള ലെവലിൽ കമ്പ്യൂട്ടർ രംഗത്ത് ഒരു ആദ്യത്തെ ഒരു ബ്രാൻഡ് അവതരിപ്പിച്ച ഒരു ബ്രാൻഡഡ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ 93 തൊട്ട് അതൊരു 2000 വരെ വളരെ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്തത് ഞങ്ങളായിരുന്നു. 1997 ഏപ്രിൽ 6 ഞാൻ ഈ രംഗത്ത് തന്നെയുള്ള ജെയ്മോൻ ജോസഫ് എന്ന ആൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കല്യാണത്തിന് ശേഷം ശരിക്കും ഞാനും എൻ്റെ ബ്രദറും ഹസ്ബൻഡും കൂടി ഒരുമിച്ചിട്ടുള്ള ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് ഞങ്ങളുടെ ഒരു ബിസിനസ് ശൈലി ഞങ്ങൾ മാറ്റി. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി വലിയ നേട്ടങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയത്. ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് വന്നതോടെ ഞങ്ങളുടെ വോളിയം ഒത്തിരി വർദ്ധിച്ചു. എഗെയിൻ ഓൾമോസ്റ്റ് 98 ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പട്ടണങ്ങളിലും, തിരുവനന്തപുരം, കൊല്ലം, കാലിക്കറ്റ്, കണ്ണൂർ പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ ഓഫീസുകൾ ഞങ്ങൾ ആരംഭിച്ചു. 2011 ഓഗസ്റ്റ് 20 ഷീജാസ് IT മാൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഇപ്പോൾ റീറ്റെയിൽ രംഗത്ത് എല്ലാ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോൺസുകളും കമ്പ്യൂട്ടറിൻ്റെ അനുബന്ധ ഉപകരണങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംരംഭം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല പ്രൈസിൽ ഏറ്റവും നല്ല വിൽപ്പനാന്തര സേവനത്തോടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഷീജാസ് IT മാൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ചെയിൻ സ്റ്റോഴ്സായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. കോമ്പറ്റീഷൻ വളരെ ശക്തമായിട്ടുള്ള ഒരു മേഖലയാണ്. ഒത്തിരി വലിയൊരു കോമ്പറ്റീഷനുണ്ട്. അഗെയിൻ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങണേക്കാൾ താഴ്ത്തി വിൽക്കുന്നൊരു ഇൻഡസ്ട്രിയാണ്.
അപ്പം അതിൻ്റെ ഇടയിൽ ഇവരെ മാനേജ് ചെയ്തു. ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും അവിടുത്തെ പ്രൈസ് ഇവിടുത്തെ പ്രൈസ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ട് ഒത്തിരി ബാർഗെയിൻ ചെയ്യണ ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സേവനം കൊടുക്കണം, വിൽപ്പനാനന്തര സേവനം കൊടുക്കുകയും ചെയ്യണം. അതിൻ്റെ ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ എത്തപ്പെടാറുണ്ട്. അപ്പം അത് തന്നെ നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റബിളായിട്ട് നടത്തിക്കൊണ്ട് പോകും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശമ്പളം വളരെ കൂടുതലാണ്, റെൻറ്റ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. എല്ലാ കാര്യങ്ങളും ശരിക്കും ഒത്തിരി വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു എൻ്റർപ്രണർക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക, പ്രോഫിറ്റബിളായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലേക്ക് എക്സ്പെൻസ് കട്ട് ചെയ്ത് നല്ല രീതിയിലേക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടാക്കി നല്ലൊരു ടീം വർക്ക് നടത്തിക്കൊണ്ട് പോയാൽ മാത്രം ഒരു ദിവസം നമ്മൾ ഓൾമോസ്റ്റ് ഈ പിള്ളേരെ നോക്കണത് പോലെ നോക്കിയില്ലെങ്കിൽ ബിസിനസ് തകിടം അറിയാനും അല്ലെങ്കിൽ അതൊരു പ്രോഫിറ്റും ലോസും ബിസിനസ്സിലുണ്ട്. അപ്പോൾ ലോസിലേക്ക് ആവാനും വളരെ ചെറിയൊരു സമയം മതി. 2 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഞങ്ങളുടെ ബിസിനസ് ആരംഭിച്ചത്. 2009-10 കാലയളവിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് 100 കോടി ടേൺ ഓവർ വിറ്റുവരവുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ CEO ആയിട്ടിരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയിൽ എനിക്ക് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ജോസഫ് കോപ്പായത്തറ, എൻ്റെ അമ്മ ചിന്നമ്മ ജോസഫ്. അവർക്ക് 2 മക്കളാണ് ഞങ്ങൾ. എൻ്റെ ഒരു ചേട്ടൻ റോയ് ജോസ്. മക്കൾ 2 പേരാണ് എനിക്കുള്ളത്. കരോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ എനിക്ക് പഠിക്കുന്നു. മോള് അനീറ്റ ഇപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ജയ്മോൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെയുണ്ട്. അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്, NC ജോസഫ് എന്നാണ് പേര്. അമ്മിണി ജോസഫ് റിട്ടയർഡ് ബാങ്ക് എംപ്ലോയിയാണ്. 20 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അത്രയും ഒരു 20 ഇയേഴ്സായിട്ട് നിന്ന ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും അതിലൊരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ചാർട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയത് 20 ഇയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IT ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അവാർഡുകൾ കിട്ടിയേക്കണത്. അതിൻ്റെ ഒരു മെജോറിറ്റി കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ശരിക്കും കടന്നു വരാത്തൊരു മേഖലയിലേക്ക് കടന്നു വരാനും അവിടെ ശരിക്കും പുരുഷന്മാർക്കൊപ്പം തന്നെ അവരെക്കാൾ ഒരു നല്ല രീതിയിലേക്ക് എൻ്റെ ജോലികളെ ക്രമപ്പെടുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാനും എനിക്ക് സാധിച്ചത് കൊണ്ടാണ് എനിക്കാണെങ്കിൽ പോലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞത്. സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് സ്വന്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ലെവലിലേക്ക് സ്ത്രീകൾ മാറുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാനും ഒപ്പം അവർക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഒരു മാന്യതയുള്ള ഒരു ജീവിത രീതി തന്നെ അവർക്ക് രൂപപ്പെടുത്താനും കഴിയും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് രംഗത്തും വനിതകൾക്ക് മുന്നേറാമെന്ന് തെളിയിക്കുകയാണ് ഷീജ ജെയ്മോൻ്റെ ജീവിതം. സ്നേഹിതയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ സ്നേഹിതയ്ക്കായി ഇതേ സമയം. ഈ പരിപാടി